യുക്രൈൻ യുദ്ധത്തിൽ ആദ്യമായി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ച റഷ്യ. യുക്രൈനിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഡിനിപ്രോ നഗരത്തെ ലക്ഷ്യമിട്ടാണ് റഷ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത്. യുദ്ധത്തിൽ റഷ്യ ഇത്തരമൊരു മിസൈൽ ഉപയോഗിക്കുന്നത് ഇത് ആദ്യമാണ്. റഷ്യയുടെ ആസ്ട്രഖാൻ മേഖലയിൽ നിന്നാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത് എന്ന് യുക്രൈൻ വ്യോമസേന വ്യാഴാഴ്ച വ്യക്തമാക്കി. RS-26 റുബേഷ് എന്ന മിസൈലാണ് റഷ്യ വിക്ഷേപിച്ചിട്ടുള്ളത്. ആംസ് കൺട്രോൾ അസോസിയേഷന്റെ കണക്കനുസരിച്ച് 5800 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ഉത്തര കൊറിയൻ സൈന്യം കൂടി എത്തിയതോടെ യുദ്ധം അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. കൂടാതെ റഷ്യയിൽ 2 ദിവസങ്ങൾക്ക് മുൻപാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതുക്കിയ ആണവ സിദ്ധാന്തത്തിന് അംഗീകാരം നൽകിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരു ആണവശക്തിയുടെ പിന്തുണയോടെ ഒരു പരമ്പരാഗത മിസൈൽ ആക്രമണത്തിന് രാജ്യം വിധേയമായാൽ ആണവായുധം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് റഷ്യയ്ക്ക് പരിഗണിക്കാമെന്നാണ് റഷ്യയുടെ പുതിയ ആണവ സിദ്ധാന്തം വ്യക്തമാക്കുന്നത്. അതേസമയം യുഎസും യുകെയും നൽകിയ ദീർഘദൂര മിസൈലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈനിൽ റഷ്യൻ അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിച്ചിരുന്നു. ഇതോടെ യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ വമ്പൻ വ്യോമാക്രമണം നടത്തുമെന്ന സൂചനയും പുറത്തുവന്നു. US, ഇറ്റലി, സ്പെയിൻ, ഗ്രീസ് രാജ്യങ്ങളുടെ കീവിലെ എംബസികൾ താൽക്കാലികമായി അടച്ചു. ഇന്നലെ 2 ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ റഷ്യ തകർത്തിരുന്നു. പാശ്ചാത്യ ആയുധങ്ങൾ അതിർത്തിയിൽ പ്രയോഗിച്ചാൽ ആണവായുധങ്ങൾ പുറത്തെടുക്കാൻ മടിക്കില്ലെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. യുക്രൈന്റെ ആരോപണം ശരിയെങ്കിൽ ആദ്യമായാണ് ഒരു രാജ്യം യുദ്ധഭൂമിയിൽ ICBM പ്രയോഗിക്കുന്നത്. ബാഹ്യ ആക്രമണങ്ങളെ ആണവായുധങ്ങളാൽ നേരിടാൻ അനുവദിക്കുന്ന പരിഷ്കരിച്ച ആണവ നയത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്തിടെ അംഗീകാരം നൽകിയിരുന്നു. അതേസമയം നിപ്രോയിൽ പ്രയോഗിച്ചത് ICBM അല്ലെന്നും ഒറേഷ്നിക് എന്ന പുത്തൻ മധ്യദൂര ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ടെലിവിഷൻ അഭിസംബോധനയ്ക്കിടെയായിരുന്നു പുടിന്റെ പരാമർശം. സെക്കൻഡിൽ 3 കിലോമീറ്റർ വരെ വേഗതയുള്ള ഒറേഷ്നിക്കിനെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാനാകില്ലെന്നും അവകാശപ്പെട്ടു. യുക്രൈനിൽ ഏത് രാജ്യത്തിന്റെ ആയുധം ഉപയോഗിച്ചാണോ തങ്ങളെ ആക്രമിക്കുന്നത് ആ രാജ്യത്തിന്റെ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പും നൽകി. അതേസമയം ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഒഴിഞ്ഞുമാറി. ഇതേക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ലെന്ന സൂചന നൽകി റഷ്യയുടെ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള നിയമത്തിൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവച്ചിരുന്നു. യുദ്ധം 1000 ദിവസം പിന്നിട്ടതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു റഷ്യയുടെ നിർണായക തീരുമാനം. ആണവായുധ ശേഷിയില്ലാത്ത ഒരു രാജ്യം ആണവശക്തിയായ മറ്റൊരു രാജ്യത്തിന്റെ പിന്തുണയോടെ റഷ്യയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കും എന്നായിരുന്നു ആണവ നയത്തിലെ മാറ്റം. സുപ്രധാനമായ അത്തരം ആക്രമണങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നും ഉത്തരവിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. റഷ്യയിൽ US നിർമ്മിത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഭേദഗതി കൊണ്ടുവന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.